ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിൻഡോസ് ഇൻസ്റ്റാളേഷനെ പറ്റിയാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പിലും സെയിം രീതി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു 16 GB വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു പെൻ ഡ്രൈവ്. 16 GB പ്രശ്നമില്ല, 8 GB എത്രയാണെന്ന് വെച്ചാലും പ്രശ്നമില്ല. വിൻഡോസ് ഇൻസ്റ്റാളേഷൻ പറ്റി നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 10 ആണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം പവർ കൊടുക്കുക. ഒരു കാരണം വെച്ചാലും സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോൾ പവർ കൊടുക്കാതിരിക്കരുത്. ലാപ്ടോപ്പിൽ പവർ കൊടുത്താൽ ഇന്ന് വോയിസ് റണ്ണാവുന്ന സമയത്ത് ഒരിക്കലും വോയിസ് ഇൻസ്റ്റാൾ ആകുന്ന സമയത്ത് ഒരിക്കലും സിസ്റ്റം ഓഫ് ആവരുത്. ഓക്കെ, പവർ കൊടുത്തിട്ടുണ്ട്, സിസ്റ്റം ഓണായി. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ പവർ സ്വിച്ച് ഞെക്കുക, എന്നിട്ട് F12 എന്ന് പറയുന്ന സ്വിച്ച് ഞെക്കുക. ഓക്കെ, F12 ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ബൂട്ട് മെനു ഓണായി വരും. ഞാൻ ഇപ്പോൾ സാൻഡിസ്കിൻ്റെ പെൻ ഡ്രൈവാണ് കൊടുത്തേക്കാം. ഓക്കെ, എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് അതാണ്ടേ യുമിയുടെ മൾട്ടിബൂട്ട് USB വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് വിൻഡോസ് ഇൻസ്റ്റാളർ എടുക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് വിൻഡോസ് 10 ഫുള്ളും എടുക്കുക, ഇൻസ്റ്റാളേഷൻ എൻ്റർ എടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡ്യുവലിൻ്റെ ഇതാണ്, ഡ്യുവൽ സെറ്റപ്പാണ്. അതിനകത്ത് 64 ബിറ്റ് ഉണ്ട്, 32 ബിറ്റ് ഉണ്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ 64 ബിറ്റാണ്, അതുകൊണ്ട് 64 ഇട്ടിട്ട് എൻ്റർ എടുക്കുക. ഓക്കെ, ലോഡിംഗ് ആണ്, വെയിറ്റ് ചെയ്യും. ഓക്കെ, ലോഡായി കഴിഞ്ഞിരിക്കുന്നു. ലോഡായി കഴിഞ്ഞതിന് ശേഷം വിൻഡോസിൻ്റെ ഒരു ലോഡിംഗ് സിമ്പലും ഈ റണ്ണിങ്ങും കാണിക്കും. ഈ റണ്ണിങ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ എടുക്കും. ആ റണ്ണിങ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, വിൻഡോസ് ലോഡ് ആവുന്നുണ്ട്. ഫസ്റ്റ് വിൻഡോസ് ലോഡായി ഈ ഒരു മെസ്സേജാണ് വരുന്നത്, ഇൻസ്റ്റാൾ വിൻഡോസ് എന്ന് പറഞ്ഞ്. അത് നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. ഓക്കെ, ഓക്കെ, അത് ഓഫ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വരുന്നതാണ്. അത് അക്സെപ്റ്റ് ദ ലൈസൻസ് ടേംസ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇതിൻ്റെ അത് നിങ്ങളുടെ പണ്ടത്തെ സിസ്റ്റം അപ്ഗ്രേഡ് ഉണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫുള്ള് ഫോമാറ്റ് ചെയ്ത് ആദ്യം മുതൽ യൂസ് ചെയ്യാനാണ്. അതിന് കസ്റ്റം കൊടുക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഇപ്പോൾ 2 ഹാർഡ് ഡിസ്ക്കാണ് ഉള്ളത്. ഒന്ന് 1 TB ഹാർഡ് ഡിസ്ക്കും പിന്നെ ഒരു 240 GB SSD ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ SSDയിലാണ് ഞാൻ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ അതിന് വേണ്ടി ആദ്യം SSD ഫോമാറ്റോ അല്ലെങ്കിൽ ഡിലീറ്റോ ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പം ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ്. ഓക്കെ, സിസ്റ്റം റിസർവ്ഡ് ഡിലീറ്റ്. ഓക്കെ, എന്നിട്ട് ന്യൂ കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക. ഇപ്പം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു സ്പേസ് ഫ്രീ ആയിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫോമാറ്റ് ചെയ്ത പാർട്ടീഷൻ സെലക്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ വരുന്നുണ്ട്. ഇത് കുറച്ച് നേരം എടുക്കും. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡാണെങ്കിരിക്കും. ഇതിപ്പം ഒരു 10-15 മിനിറ്റ് എടുക്കും. ഓക്കെ, ഗെറ്റിംഗ് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ഇത് 100% വരെ ആവണം. ഇതിപ്പം 0 ആയതേ ഉള്ളൂ, അതിന് 100% വരെ ആവണം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ 98% ആയിട്ടുണ്ട്, 100% ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഓപ്ഷൻ വരും. ഓക്കെ, ഇൻസ്റ്റാളിങ് അപ്ഡേറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ഈ ഒരു ബാർ വഴി അറിയാൻ പറ്റും. ഇതിപ്പം ഓക്കെ, ഈ ബാറ് പച്ച ഫില്ലായി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഫിനിഷിങ്. നമുക്ക് എവിടെ OS ഇൻസ്റ്റാൾ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഇത്. പിന്നെ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്, റീസ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ്. നിങ്ങൾ ആ റീസ്റ്റാർട്ട് നൗ കൊടുക്കുക. റീസ്റ്റാർട്ട് നൗ കൊടുത്തിട്ട് നിങ്ങൾ പെൻ ഡ്രൈവ് ഊരുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് വീണ്ടും USB-ലോട്ട് തന്നെ ബൂട്ടായി പോകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഹാർഡ് ഡിസ്കിലോട്ട് ഇപ്പം ബൂട്ടായി വരുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ് സർവീസസ് കുറച്ച് നേരം എടുക്കും. ഇത് കുറച്ച് നേരം എടുക്കും. വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ വരുന്നവരെ. ഇതിനിടയ്ക്ക് ഒരു വട്ടം റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആയതിനു ശേഷം ആയിരിക്കും വീണ്ടും ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ലോഡാവാൻ തുടങ്ങി. ലോഡായതിനു ശേഷം ജസ്റ്റ് എ മൂവ്മെൻറ്റ്.
ഓക്കെ, ഫസ്റ്റ് കോട്ടാന നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതാണ് കോട്ടാന. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതാ ഡിസേബിൾ വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അത് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, കോട്ടാനയുടെ ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും. അന്നേരം ഫസ്റ്റ് നിങ്ങൾ റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പം UAE ആയതുകൊണ്ട് UAE കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുക. ജസ്റ്റ് മൂവ്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. നമ്മുടെ കീബോർഡ് സെറ്റിങ്സ് ഏത് ഇത് വേണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ USN കൊടുക്കുകയാണ്. ഇംഗ്ലീഷ് ഇന്ത്യ കൊടുക്കാം. നെക്സ്റ്റ് സ്കിപ്പ് കൊടുക്കുക. ഓക്കെ, ക്യാം വൈഫൈ. ഇപ്പം ഞാൻ വൈഫൈ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് ഇൻ്റർനെറ്റ്. ഓക്കെ, കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. എൻ്റെ സിസ്റ്റത്തിൻ്റെ പേര് APS. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ഇനി അടുത്ത് നിങ്ങളുടെ പാസ്വേഡ് വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ പാസ്വേഡ് കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഞാൻ ഇപ്പോൾ തൽക്കാലത്തെ ഒരു പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഒന്നുകൂടെ പാസ്വേഡ് കൺഫേം ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് വരും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് വെച്ചാൽ ആൻസർ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് കൊടുത്ത് വിടുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൊടുക്കണം. ഇത് പുതിയ അപ്ഡേറ്റിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ കൊടുക്കാൻ തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് ഇനി ഇല്ല കൊടുക്കുക. ഓക്കെ, അടുത്തത് കൊടുക്കുക. 3 ക്വസ്റ്റ്യൻ ഇതണക്ക് നമ്മൾ കൊടുക്കണം. ഒരു ക്വസ്റ്റ്യനോട് കൊടുക്കണം. 3 ക്വസ്റ്റ്യനാണ് നമുക്കിത് ചോദിക്കുന്നത്. ഓക്കെ, 3 ക്വസ്റ്റ്യന് ആൻസർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സിസ്റ്റം ഓൺ ആയി വന്നിട്ടുണ്ട്. എസ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുക്കുക. ഓക്കെ, വിൻഡോസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വിൻഡോസ് ബൂട്ടായി വരുന്നതായിരിക്കും. വിൻഡോസ് ബൂട്ടായി വന്നതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, വിൻഡോസ് ഇൻസ്റ്റാൾ ആവാറായി. ഓക്കെ, വിൻഡോസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ വിൻഡോസ് 10 ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുവിധം ഡ്രൈവേഴ്സ് എല്ലാം ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഡ്രൈവേഴ്സ് എല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, നോക്കിയാൽ മതി.